ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1945 മഹാനവറുകളുടെ ജനനം. 1964 ബഹുമാനപ്പെട്ടവർ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ വിദ്യാർത്ഥിയായി പഠനം തുടങ്ങി. 2003 ആ ജാമിഅ നൂരിയയുടെ പ്രിൻസിപ്പലായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. പിന്നെ ഷെയ്ഖുൽ ജാമിഅ എന്ന പേരിലാണ് പിന്നീട്, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി ആയ ശേഷം ഉസ്താദിനെ എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. 2013 ബഹുമാനപ്പെട്ട TKM ബാവ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ പിൻഗാമിയായി കാസർഗോഡ് ഖാദിയായി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ ആളുകൾ ബൈഅത്ത് ചെയ്യുകയും നിയമിക്കപ്പെടുകയും ചെയ്തു. ഇനി ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. 1986 ഉസ്താദിന്റെ 41-ാം വയസ്സിലാണ് മഹാനവറുകൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 41-ാം വയസ്സിൽ 41-ാം വയസ്സിൽ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ മുഷാവറയിൽ ജീവിച്ചിരിക്കുന്ന മറ്റു ആലിമീങ്ങളെ നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. അപ്പോ ആ 86 അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അന്ന് മുഷാവറ അംഗമായി നിയമിക്കപ്പെടുകയാണ്. അപ്പോൾ ഉസ്താദിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ അത് ധാരാളമാണ്. അന്ന് മുഷാവറയിലുള്ള മറ്റുള്ള ആളുകൾ ആരാണ്, കേരളത്തിലെ മറ്റു പണ്ഡിതന്മാരെയൊക്കെ ഒന്ന് വിലയിരുത്തിയാൽ മതി. 2010 ആണ് ബഹുമാനപ്പെട്ടവര് മുഷാവറ അംഗം എന്നതിൽ നിന്ന് സമസ്തയുടെ സഹ കാര്യദർശിയായി നിയമിക്കപ്പെടുന്നത്, ജോയിന്റ് സെക്രട്ടറി. 2016 ബഹുമാനപ്പെട്ടവർ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് കഴിഞ്ഞിപ്പോ 10 വർഷമായി. അപ്പോ ഇതാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു പ്രാസ്ഥാനിക പ്രൊഫൈൽ എന്ന് ചുരുക്കത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉസ്താദിന്റെ സ്വഭാവ മഹിമകളെക്കുറിച്ച്, ജീവിത രീതിയെക്കുറിച്ചൊക്കെ കേരളത്തിലുള്ള ആളുകൾക്ക് ഉസ്താദുമായി ബന്ധപ്പെട്ട് അല്പ സമയം ചെലവഴിച്ച ആളുകളാണെങ്കിൽ പോലും അവർക്കത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വിനയം, ലാളിത്യം, സ്നേഹത്തോടുകൂടെയുള്ള പെരുമാറ്റം, സംസാരം, ഇബാദത്തിന്റെ കാര്യത്തിലുള്ള കണിശത, മറ്റു ദിക്റുകളുടെയും ഔറാദുകളുടെയും ഒക്കെ അതൊക്കെ കൃത്യമായി കൊണ്ടു നടക്കുന്നതിലുള്ള സൂക്ഷ്മത, പെരുമാറ്റത്തിലുള്ള വിനയം, ഇതൊക്കെ ഉസ്താദിന്റെ ക്വാളിറ്റി തന്നെയാണ്. സാമ്പത്തികമായി നല്ല ഉയർന്ന പ്രൊഫൈലിലുള്ള ആളായിരുന്നു ഉസ്താദ്. എന്നാൽ പോലും ആ പാണ്ഡിത്യത്തിന്റെ എല്ലാ രൂപഭാവങ്ങളും ഒരു നിമിഷം പോലും മാറ്റിവെക്കാതെ പഴയകാല ആലിമീങ്ങളുടെ ആ വേഷവിധാനത്തോടുകൂടെ 10 ഉറുപ്പ്യ ഉണ്ടാവുമ്പോൾ സാധാരണ മൂല്യന്മാരെ ഷർട്ടിന്റെ നീളമൊന്ന് കുറയും അല്ലേ, തലയിക്കെട്ട് മാറി തൊപ്പിയായി മാറും. പക്ഷേ ഉസ്താദിനെ നമ്മൾ വളരെ ആ പഴയ ആലിമീങ്ങളുടെ അതേ ഷിആറിൽ, അതേ രൂപത്തിലാണ് ഉസ്താദ് മരണം വരെ ജീവിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ കൂടെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഞാൻ ആദ്യം ഓതിയൊരു ആയത്ത്, അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ എതിരാളികൾ പോലും അത്ഭുതത്തോടുകൂടെ, എതിരാളികൾ എന്ന് പറഞ്ഞാൽ ആദർശപരമായിട്ടുള്ള
വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ പോലും കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ, അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്ന രീതിയിൽ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ ജനാസയുടെ ആ രൂപം, ജനാസ കിടക്കുന്ന മനോഹരമായ ആ ദൃശ്യം, അത് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു അല്ലേ? നിങ്ങളൊക്കെ കണ്ടില്ലേ? ഇത് കണ്ട ആളുകൾ തന്നെയല്ലേ? ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ മുഖം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ഫോട്ടോക്ക് മുമ്പിൽ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ മുഖത്ത് ഈമാൻ കൂട്ടുന്ന പോലെയല്ല. മനസ്സിലായില്ല? ഫോട്ടോ എടുക്കുമ്പോൾ, വീഡിയോ എടുക്കുമ്പോൾ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ട് മുഖത്ത് ഈമാൻ കൂട്ടുന്ന കളിയല്ല. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ മുഖം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ, നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കാന്ന് പറഞ്ഞാൽ അതങ്ങനെ എളുപ്പം കഴിയുന്ന കാര്യമല്ല. കാരണം എന്താ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ ഭയാനകതയും ഭീതിതമായ രംഗവും കഴിഞ്ഞു പോകുന്നത് അയാളുടെ സക്കറാത്തിന്റെ സമയത്തായിരിക്കും. ആ സമയത്ത് അയാളുടെ ഹിജാബ് നീക്കപ്പെടും. ഇപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭൂമിയിലുള്ള അധിക വസ്തുക്കളും നമുക്ക് കാണാത്തതാണ്. കാണുന്നതിനേക്കാൾ നമുക്ക് കാണാൻ കഴിയാത്തതാണ് ഭൂമിയിലുള്ളത്. ഈ മറ നീങ്ങുകയാണ്. ആലമുൽ ദുനിയയിൽ നിന്ന് ആലമുൽ ബർസഖിലേക്കുള്ള യാത്രയുടെ പ്രാരംഭത്തിൽ, തുടക്കത്തിൽ ആ ഹിജാബുകൾ നീക്കപ്പെടും. ആ സമയത്ത് മനുഷ്യൻ രണ്ട് രൂപത്തിൽ മനുഷ്യൻ കാഴ്ചകൾ കാണും. ഏതാ രണ്ട് രൂപം? ഭയാനകമായ കാഴ്ചകൾ കാണുന്നവരുണ്ടാകും, സന്തോഷകരമായ കാഴ്ചകൾ കാണുന്നവരും ഉണ്ടാകും. ആരാ ഭയാനകമായ കാഴ്ചകൾ കാണുക? ആ സമയത്ത് അള്ളാഹുവിന്റെ മലായികത്ത് ഇറങ്ങി വരും. അസ്രായീൽ അലൈഹിസ്സലാം മാത്രമല്ല, മലായികത്തുകൾ ഇറങ്ങി വരും. എന്നിട്ടോ മുഅ്മിനീങ്ങളല്ലാത്ത ആളുകളാണെങ്കിൽ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലൗ തറാ ഇദ് യതഖഫൽ ലദീന കഫറുൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. മനുഷ്യനെ, കാഫിരീങ്ങളായ ആളുകളെ മലക്കുകൾ മരിപ്പിക്കുന്ന ആ രംഗം കാണുകയായിരുന്നുവെങ്കിൽ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, ആ മലക്കുകൾ അവന്റെ മുഖത്തും അവന്റെ പിരടിക്കും പ്രഹരിക്കും, അടിക്കും അവനെ. അവന് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് അവന് ഭയാനകമായി ഭീതിതപ്പെടുത്തി അറിയിച്ചുകൊണ്ടിരിക്കും. ആ മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരി വിടരൂല. അല്ലാഹു തആല കാക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ അത്തരം മൗത്തിനെ തൊട്ട് കാക്കണേ റബ്ബേ. ഞങ്ങൾ അഹ്ലുകാരെ നീ കാക്കണേ അല്ലാ. ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം എപ്പോഴും, നല്ല മരണത്തിന് വേണ്ടി. ദുനിയാവിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പോകാം. പ്രത്യേകിച്ച് വളരെ ഫിത്നയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും ഫിത്നയാണ്. ഫിത്നയിൽ മനുഷ്യൻ അകപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല വഴിയാണ് ഫിത്ന വരുന്നത്. പഴയ കാലത്ത് ഫിത്ന വളരെ സാവധാനാണ് ഒരു നാട്ടിലേക്ക് കയറി വരിക. ഇന്ന് ഫിത്നക്ക് സ്പീഡ് കൂടിയിട്ടുണ്ട്. നമ്മൾ പരമാവധി ഫിത്നകളെ തടയാൻ നമ്മൾ ശ്രമിക്കണം. അതും ജിഹാദാണ്. ഫിത്ന ആകാശത്തിലൂടെ വരികയാണെങ്കിൽ നമ്മൾ ആകാശത്തിലൂടെ പറന്ന് ഫിത്നയെ തടയണം. ഫിത്ന സമുദ്രത്തിലൂടെ വരികയാണെങ്കിൽ സമുദ്രത്തിലൂടെ നീന്തി ഊളിയിട്ട് ഫിത്നയെ നമ്മൾ പിഴുതെറിയാൻ ശ്രമിക്കണം. ജിഹാദാണത്. ഫിത്ന സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആ ഫിത്നയെ നമ്മൾ തടുക്കണം. ഫിത്ന ഏത് വഴിയിലൂടെ വരികയാണെങ്കിലും ആ വഴിയിലൂടെ നമ്മൾ ആ ഫിത്നയെ സാധിക്കുന്ന രൂപത്തിൽ പ്രതിരോധിക്കണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത സമയത്ത് നമുക്ക് അടങ്ങിയിരിക്കാം. പഠിച്ചോനെ കൊണ്ട് വയ്യാന്ന് പറയാ.
അപ്പോൾ ഫിത്നകൾ അധികരിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ ഫിത്നകളിൽ അകപ്പെട്ട് ഈമാൻ പഴച്ചു പോകുന്ന സാഹചര്യങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം. ഹുസ്നുൽ ഖാത്തിമത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയ ദുർഘടമായ ഒരു വഴി തന്നെയാണ്. മനുഷ്യൻ അവന്റെ ഏറ്റവും അവസാന നിമിഷത്തിൽ ഒരാൾക്കൊരു പനി വന്നു. പക്ഷേ ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ ഒരാളും ഞാൻ ഈ പനിയിൽ എൻ്റെ മരണമാണ് എന്ന് വിചാരിക്കാറില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് കാണാനാ പറയാം. എടാ ഞാൻ ഹോസ്പിറ്റലിലാണ്, ഞാൻ ഡിസ്ചാർജ് ആയിട്ട് ഞാൻ വിളിക്കാം. അപ്പോൾ ഓൻ ഡിസ്ചാർജ് ആവുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഞാൻ ഡിസ്ചാർജ് ആയിട്ട് കാണാം എന്ന് പറഞ്ഞ ഒരു പനിയിലാണ് അവന്റെ മരണം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പനി ഇല്ലാത്ത അവസ്ഥയിൽ ഫുജിഅത്തുൽ മൗത്ത് അധികരിച്ച കാലാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഫുജിഅത്തുൽ മൗത്ത് അധികരിക്കും എന്ന്. പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുക, നിന്ന നിൽപ്പിൽ മരിച്ചു വീഴുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഹുസ്നുൽ ഖാത്തിമത്ത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ ആ വഫാത്തിന്റെ സമയത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ പൈസി സൂചിപ്പിച്ചു. സാക്ഷികളുണ്ട് അതിന്. പലരും ഷഹാദത്തിന്റെ വാചകങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാറുണ്ട്. പലർക്കും സാക്ഷികളുണ്ടാകും, പലർക്കും സാക്ഷികളാരും ഉണ്ടാവില്ല. എന്നാൽ ആലിക്കുട്ടി ഉസ്താദിന്റെ വഫാത്തിന്റെ സമയം അദ്ദേഹത്തിന്റെ ഖാദിമായ ഉസ്മാനോട് വെള്ളം ആവശ്യപ്പെടുകയും ഫ്ലാസ്കിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു, അത് കുടിച്ചു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കൊടുത്തു, അതും കുടിച്ചു. എന്നിട്ട് ഉസ്താദ് അവിടെ കിടന്ന് ഷഹാദത്തിന്റെ വാചകങ്ങൾ ആവർത്തിച്ചുച്ചരിച്ചുകൊണ്ട് കണ്ണുമടച്ച് റാഹത്തായി മരണപ്പെട്ടു എന്നാണ് ദൃക്സാക്ഷി വിവരണമാണ്. എന്താ അതിന്റെ അർത്ഥം? മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരാളുടെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ തന്നെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല എളുപ്പാ. മരിക്കുകയാണെന്ന് തോന്നിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ല. അതുകൊണ്ടാ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞത്. മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അവന്റെ ചുറ്റുഭാഗത്തുമുള്ള പല ലോകങ്ങളും അവൻ കാണുകയാണ്. മലായിക്കത്ത് അവന്റെ മുമ്പിലുണ്ട്, പിശാചുക്കൾ അവന്റെ മുമ്പിലുണ്ട്, അർവാഹുകൾ അവന്റെ മുമ്പിലുണ്ട്. ദുനിയാവിൽ അവൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ യാത്രയുടെ പ്രാരംഭമായതിനാൽ, ആലമുൽ ബർസഖിലേക്കുള്ള യാത്രയുടെ ആരംഭമായതിനാൽ പല കാഴ്ചകളിൽ പല ഹിജാബുകളും നീങ്ങുകയാണ്, മറ നീങ്ങുകയാണ്, പല കാഴ്ചകൾ കാണുകയാണ്. ഇതിന് മശൂലായി പോകും. അതുകൊണ്ടല്ലേ ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ? മരണം സക്കറാത്തിന്റെ സമയത്ത് പിശാച് പാനപാത്രവുമായി മനുഷ്യന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. മരണവെപ്രാളത്തിൽ വേദനയാൽ മനുഷ്യ